ഹലോ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ 3 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ ചാപ്റ്റർ ആണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഒരു കവിതയാണ് നമുക്ക് വരുന്നത്. വളരെ അധികം സന്ദേശം കൊടുക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ലോകത്തില് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ്, അവിടെ കുട്ടികളുടെ സ്ഥാനം എന്താണ് എന്നിങ്ങനെയുള്ള ഒരു വലിയ മെസ്സേജ് തരുന്ന ഒരു കവിതയാണ് നമുക്ക് നാലാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതായത് രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. ഇതൊരു കവിതയാണ്. കവിതയുടെ പേരെന്താണ്? മേരെ ദുനിയാക്കി തമാം ബച്ചേ, എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും. മേരെ ദുനിയാക്കി തമാം ബച്ചേ എന്നുള്ളതാണ് ഈ ഒരു കവിതയുടെ ആ ഒരു പേരെന്ന് പറയുന്നത്. എഴുതിയിട്ടുള്ളത് ആരാണ്? അദ്നാൻ കഫീൽ. അറിയപ്പെടുന്ന മറ്റൊരു പേര് ദർവേഷ്. അപ്പൊ അദ്നാൻ കഫീൽ ദർവേഷ് എഴുതിയിട്ടുള്ള വളരെ മെസ്സേജ് തരുന്ന ഒരു വലിയൊരു കവിത, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് എന്തെന്ന് പറയുന്നത്, മേരെ ദുനിയാക്കെ തമാം ബച്ചേ എന്ന് പറയുന്നത്. എന്താണ് ഈ കവിതയിൽ നമ്മുടെ കവി അദ്നാൻ കഫീൽ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ലോകത്ത് വിശ്വശാന്തി നിലനിർത്തുന്നതിൽ, അതായത് ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിൽ കുട്ടികൾക്ക് വളരെ വലിയ പങ്കാണുള്ളതെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അങ്ങനെ വിശ്വശാന്തി നിലനിർത്താനായി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും കുട്ടികൾ എന്നാണ് ഈ കവിതയിൽ എന്ത് ചെയ്യുന്നത്, കവി വിശേഷിപ്പിക്കുന്നത്. ചില ആളുകളുണ്ട്, അതായത് നിങ്ങൾ, തു എന്ന് ആ ഒരു വേർഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക തരത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്കിവിടെ. കവിതാമേ തും കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇടയിൽ നിന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് കവിതയിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കവിതയാണ്, നമ്മൾ പഠിച്ച കവിതയാണ്. ഇപ്പൊ നമ്മൾ റിവിഷന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോ കവിതാമേ തും കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ. കവിതയിൽ തും, നീ, നിങ്ങൾ എന്നിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് ആരെയാണ് പറയുന്നത് എന്നാണ് കവി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരാണ്? വിനാശിക്കി സാമഗ്രിയും ചുടാനേയും. അതായത് ഇങ്ങനെ അതായത് ലോകത്ത് വളരെയധികം നാശം, യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നീ, നിങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത്. കവിതയിൽ പറയുന്നുണ്ട്, കുട്ടികൾ എല്ലാവരെയും സ്നേഹിക്കും, ലോകത്ത് സമാധാനങ്ങൾ ഉണ്ടാക്കും. അതായത് മനുഷ്യരെ മാത്രമല്ല, മറ്റുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും സ്നേഹിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഒരു പാതയിലേക്ക് കൊണ്ടുവരും. പക്ഷെ അവിടെ മറ്റു ചിലരുണ്ടാവും, മറ്റുള്ളവരോട് നഫ്രത്ത്, വിദ്വേഷം, മറ്റുള്ളവരെ വെറുക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ളവരെല്ലാം ഈ ലോകത്ത് നിന്ന് മാറ്റിക്കൊണ്ട് കുട്ടികൾ ഈ ലോകത്ത് എന്തുകൊണ്ടുവരും? വിശ്വശാന്തി നിലനിർത്തുകയും അത് എല്ലായിടത്തേക്കും എത്തിക്കുകയും ചെയ്യും എന്നുള്ളൊരു കവിതയാണ് ഇവിടെ ആര് പറയുന്നത്. അതായത് യുദ്ധങ്ങൾക്കെതിരെ സമാധാനത്തിന് അനുകൂലിച്ചുകൊണ്ട്. അതിൽ കുട്ടികളുടെ പ്രാധാന്യം എന്താണ്? വളരുന്ന തലമുറ, കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ വലിയ യുദ്ധത്തിന്റെ കാര്യങ്ങളോടൊന്നും അവർക്കില്ല. വേറൊരു രാജ്യത്തെ കുട്ടികളെ കണ്ടാലും അവർക്കത് കുട്ടികളാണ്, മറ്റൊരു കുട്ടിയാണ്. അല്ലാതെ അത് വേറൊരു രാജ്യക്കാരനോ അല്ലെങ്കിൽ വേറൊരു ജാതിക്കാരനോ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയല്ല ഉള്ളത്. അപ്പൊ കുട്ടികൾ, ഈ വളർന്നു വരുന്ന കുട്ടികളായിരിക്കും വിശ്വശാന്തി നിലനിർത്തുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് ആര് പറയുന്നത്? ഇവിടെ കവിയായിട്ടുള്ള നമ്മുടെ അദ്നാൻ കഫീൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ നമുക്ക് കവിത ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്താണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ഒരു വർഷത്തിൽ നമ്മളിപ്പോ ഈ 10ാം ക്ലാസ്സിൽ ഇപ്പൊ കഴിഞ്ഞ 3 ചാപ്റ്ററുകളിലൊന്നും നമ്മൾ കവിത ആയിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഒരു കവിത നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇപ്പൊ 4ാമത്തെ ചാപ്റ്റർ നമ്മളൊരു കവിതയാണ് പഠിക്കുന്നത്. ഈ കവിതയാണ് എന്ത്? മേരി ദുനിയാക്കി തമാം ബച്ചേ. വിശ്വശാന്തി നിലനിർത്തുന്നതിൽ കുട്ടികൾക്ക് വളരെയധികം പങ്കുണ്ടെന്നാണ് ഈ കവിതയിൽ എന്ത് ചെയ്യുന്നത്, കവി പറയുന്നത്. ഇപ്പോ 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, കവിതയിലിടയ്ക്ക് തും, നീ, നിങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ദൂസറോം കോ നഫ്രത് കർനെ വാലെ, മറ്റുള്ളവരെ വെറുക്കുന്നവരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ബച്ചേം എന്ന് സൂചിപ്പിക്കുന്ന ആരെയാണ്? കുട്ടികളെയും അതുപോലെ തന്നെ വിശ്വശാന്തി നിലനിർത്താനായിട്ട് പ്രയത്നിക്കുന്ന ആളുകളെയുമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, കവിതയിൽ നിന്ന് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും അത് ആസ്വാദന കുറിപ്പാണ്. അപ്പൊ ഇവിടെയും ഈ കവിതയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരിക്കും? ഒരു ആസ്വാദന കുറിപ്പായിരിക്കും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക.
അതിന് മുൻപായിട്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യനുകൾ നമുക്കുണ്ട്. ഒരു 4 ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളും നമുക്ക് നോക്കിയാലോ? നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. യഹ് കവിത കിസ്കെ സംബന്ധ് മേ ഹേ? ഈ കവിത എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നോക്കിയേ. യഹ് കവിത മനുഷ്യവും പ്രകൃതി ഏവ് സമസ്ത ജീവ ജന്തുവും. ഈ കവിതയിൽ പറയുന്നത് എന്താണ്? മനുഷ്യരും പ്രകൃതിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവജന്തുക്കളും इसके विरुद्ध उड़ने वाले विनाशकारी चीजों के विरुद्ध है. ऐसे चीजों के विरुद्ध दुनिया के बच्चे आवाज उठाएंगे. അപ്പോ എന്താണ് ഇതിൽ നമുക്ക് പറയുന്ന കാര്യം? അതായത് ഈ കവിതയിൽ പറയുന്നത് മനുഷ്യർ, പ്രകൃതി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവജന്തുക്കളെയും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെയാണ്. അത് മാത്രമല്ല, ഇങ്ങനെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ അവർക്കെതിരെ ശബ്ദമുയർത്താൻ ആരുണ്ടാവും? ആവാസ്, ശബ്ദമുയർത്താൻ ആരുണ്ടാവും? കുട്ടികൾ ഉണ്ടാകും എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ഈ കവിത എന്തിനെ കുറിച്ചാണെന്നാണ് പറയുന്നത്? മനുഷ്യരും പ്രകൃതിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവജന്തുക്കൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ എതിർത്തുകൊണ്ടുള്ള കവിതയാണ് ഇവിടെ ഈ ഒരു മേരി ദുനിയാ കി തമാം ബച്ചേ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ളവർക്കെതിരെ ശബ്ദമുയർത്താൻ, അതായത് മനുഷ്യന്റെയും മറ്റുള്ള ജീവജാലങ്ങളുടെയൊക്കെ എക്സിസ്റ്റൻസിനെ വെല്ലുവിളിക്കുന്ന ആളുകളെ, അവരെ എതിർക്കാനായിട്ട് ശബ്ദമുയർത്തുന്നത് ആരാണെന്നാണ് പറയുന്നത്? കുട്ടികളായിരിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. കവിത കെ ബച്ചേ കിസ്കാ പ്രതിനിധിത്വ കർത്തേ ഹേ? പ്രതിനിധിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കവിതയിലെ ബച്ചേം എന്നുള്ളത് ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. കവിതാ മേ ബച്ചേ വിശ്വശാന്തി കേ ലിയേ പ്രയത്ന കർനെ വാലോ കി പ്രതിനിധിത്വ കർത്തേ ഹേ. ഇനി ബച്ചേം എന്ന് പറഞ്ഞാൽ കുട്ടികളെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, പകരം ആരെ കൂടെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ ആളുകളെയും, അത് നമ്മൾ വിശ്വശാന്തി എന്ന് പറഞ്ഞാല് വിശ്വശാന്തി, അതായത് ലോകത്ത് മുഴുവൻ വേൾഡ് പീസ് നിലനിർത്താനായിട്ട് പ്രയത്നിക്കുന്ന എല്ലാവരെയും ചേർത്ത് കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കവി ഇവിടെ ബച്ചേം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടികളെ മാത്രമല്ല, ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരുന്നത് എന്താ? കവിതാമേ വോ. എന്താണ്? കവിതയില് വോ എന്ന് പറയുന്നുണ്ട്. വോ കാ പ്രയോഗി കിസ് സന്ദർഭമേ ഹേ? ഈ വോ എന്നുള്ള പ്രയോഗം ഏത് സന്ദർഭത്തിലാണ്? कविता में वो का प्रयोग दुनिया के तमाम बच्चे की संदर्भ में किया गया है. അതായത് ലോകത്തെ എല്ലാ കുട്ടികളെയും, തമാം ബച്ചെ എല്ലാ കുട്ടികളെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന വേർഡാണ് എന്തെന്ന് പറയുന്നത്? വോ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കവിതാമേ തും. ഈ തും എന്നുള്ളത് ആരെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? വിനാശ് കി സാമഗ്രിയും ജുഡാനെ വാലെ, അതായത് നാശം സംഭവിപ്പിക്കാനുള്ള സാധനങ്ങൾ അവരെയാണ് തും എന്ന് പറയുന്നത്. അപ്പൊ കവിതയിലെ 2-3 പ്രധാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്നാമത് നോക്കിയേ. ബച്ചേ എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? അതേപോലെ തന്നെ വോ എന്നുള്ളത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? അതുപോലെ തന്നെ തും എന്ന് പറയുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത്? തും എന്ന് പറയുന്ന ആരെയാണ്? വിനാശ് കർണേ വാലെ, അതായത് എന്താണ്? നാശം സംഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത്. വോ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? തമാം ബച്ചേ, എല്ലാ കുട്ടികളെയും ചേർത്ത് വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വോ. ഇനി ബച്ചേ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മളിവിടെ പറഞ്ഞു. ബച്ചേ എന്ന് പറയുന്ന ആരാണ്? വിശ്വശാന്തി കേ ലിയേ പ്രയത്ന കർണേ വാലെ. അപ്പൊ നോക്കിയേ, എന്താണ് അവിടെ വരുന്നത്? വിശ്വശാന്തി കേ ലിയേ പ്രയത്ന കർണേ വാലെ. ഇപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ബച്ചേ, വോ, തും. ബച്ചേ എന്ന് പറയുന്നത് വിശ്വശാന്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും, കുട്ടികളെ മാത്രമല്ല. വോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. തും എന്ന് പറയുമ്പോൾ
വിനാശം സംഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, അങ്ങനെയുള്ളവരെയാണ് കവി തും, നീ, നിങ്ങൾ എന്നെന്ത് ചെയ്യുന്നത് കവിതയിലൂടെ പറയുന്നത്. അപ്പൊ 4 ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. കവിത എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ബച്ചെ എന്ന് പറയുന്നത് ആരാണ്? വോ എന്നുള്ള പ്രയോഗം എന്തിനെയാണ്? തും എന്നുള്ളത് ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ്വാദന കുറിപ്പാണ് അല്ലെ. വളരെ അധികം നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു കവിതയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം പോയിന്റുകൾ ഉള്ള ഒരു ആസ്വാദന കുറിപ്പാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കിയേ. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കുക. ശ്രീ അദ്നാൻ കാഫിൽ ദർവേഷ് കി കവിത ഹേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിന് നേരെ ഹൈഫൻ ഇട്ട് എഴുതുന്നു, മേരെ ദുനിയാ കി തമാം ബച്ചേ. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയേ, മേരി ദുനിയാ കി തമാം ബച്ചേ എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിംഗിൾ ഇൻവേർട്ടഡ് കോമാസിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ചെയ്യണം, എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ കറക്റ്റ് ചെയ്യുന്ന, നമ്മുടെ പേപ്പർ വായിക്കുന്ന ആ ഒരു ടീച്ചർ ആരാണ്, അവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇന്ന കവിതയാണ്, അപ്പൊ കവിതയുടെ ആ ഒരു പേരിനെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിംഗിൾ ഇൻവേർട്ടഡ് കോമാസിൽ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. അതൊരു വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഇനി എന്തിനെ കുറിച്ചാണ് കവിതയിൽ പറയുന്നത്? ഇസ്മേ കവി സ്ഥാപിത് കർണ ചാഹത്തെ ഹെ. ഈ കവിതയിലൂടെ കവി പറയാൻ ആഗ്രഹിക്കുന്നത് कि विश्व शांति സ്ഥാപിത് करने में बच्चों की बड़ी भूमिका है. അതായത് ലോകത്ത് വേൾഡ് പീസ്, ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിൽ, സമാധാനം കൊണ്ടുവരുന്നതിൽ കുട്ടികൾക്ക് വളരെ വലിയ ഒരു ഘടകമാണ്. കുട്ടികൾ എന്ന് പറയുന്നവർക്ക് വളരെ വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ആണുള്ളത് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കവി പറയുന്നത്. കവി കാമന കർത്താ ഹെ കി ദുനിയാ കെ സാരെ ബच्चे മിൽക്കർ ഖേലേംഗെ. കവി പറയാണ്, ലോകത്തിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വന്നുകൊണ്ട് അവർ കളിക്കും. ഖേലേംഗെ. പ്രകൃതി തഥാ ജീവ് ജന്തുവും സെ പ്യാർ കരേംഗെ. അതുമാത്രമല്ല, അവര് പ്രകൃതിയെയും മറ്റുള്ള സഹജീവികളെയും ജീവജന്തുക്കളെയും അവരെന്ത് ചെയ്യും? സ്നേഹിക്കും. ടാങ്ക് ബന്ദൂഖ് ആദി വിനാശ് കെ സാധനോം കോ ഭി വേ നാശ് കരെ. അത് മാത്രമല്ല, എന്താണ് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാങ്കുകൾ, ബന്ദൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തോക്കുകൾ. ഇങ്ങനെയുള്ള സാധനങ്ങളെ എല്ലാവരും അവരെന്ത് ചെയ്യും? ഈ കുട്ടികൾ നശിപ്പിച്ചു കളയും. മനുഷ്യന്റെയും മറ്റുള്ള ജീവജാലങ്ങളുടെയും പ്രകൃതിയെയും നാശമാക്കുന്ന, അവർക്ക് വെല്ലുവിളിയാകുന്ന ഇത്തരത്തിലുള്ള യുദ്ധ സാമഗ്രികളെ എല്ലാം എന്ത് ചെയ്യുന്നു? ഈ കുട്ടികൾ നശിപ്പിച്ചു കളയും. ദുനിയാ മേ കുച്ച് ലോഗ് ഐസേ ഹേ ജോ ദൂസരോം സേ നഫ്രത് കർത്തേ ഹേ. പക്ഷെ ലോകത്ത് ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്, നഫ്രത്, മറ്റുള്ളവരെ വെറുക്കുന്ന ആളുകളുണ്ട്. ലേക്കിൻ ബच्चे സബി സേ പ്യാർ കരേംഗെ. പക്ഷെ കുട്ടികൾ, വിശ്വശാന്തി നിലനിർത്തുന്നവർ, അവരെന്ത് ചെയ്യും? എല്ലാവരെയും എന്ത് ചെയ്യും? സ്നേഹിക്കും. വേ സമझेंगे कि वे जीवन की परिस्थितियों दुनिया भर में एक ही है. അവര് മനസ്സിലാക്കും, ഈ പരിസ്ഥിതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അവർ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ഏക് ദിൻ ബच्चे അപ്പനെ ഘരോം സെ ബാഹർ നിക്കൽക്കർ. ഒരു ദിവസം കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രകൃതിക്ക് സാത് ബഡാ ഹോന ചാഹേങ്കെ. പ്രകൃതിയോട് കൂടെ, പ്രകൃതിയോട് ഒത്തുണീക്കൊണ്ട് വളരാൻ അവരെന്ത് ചെയ്യും? ആഗ്രഹിക്കും. ഓർ ഖുഷി സെ ജിയേങ്കെ. അവര് സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്യും? ജീവിക്കും. വേ പ്രകൃതിക്കോ ഓർ സുന്ദർ ബനായെങ്കെ. അവർ പ്രകൃതി ഒന്നുകൂടെ എന്ത് ചെയ്യും? മനോഹരമാക്കും. വേ പ്രകൃതി തഥാ സമസ്ത ജീവ ജന്തുവും കെ സാത്ത് മിൽക്കർ വിനാശ് കി സാരി ചീസോം കോ ഖിലൗന ബനാ ദേംഗെ. ഇനി അവരെന്ത് ചെയ്യും? മറ്റുള്ള മനുഷ്യരോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും കൂടിച്ചേർന്നുകൊണ്ട് നാശം സംഭവിപ്പിക്കാനിരിക്കുന്ന അതിന്റെ എല്ലാ സാധനങ്ങളെയും അവരെന്ത് ചെയ്യും? ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കുകയും നശിപ്പിച്ചു കളയുകയും ചെയ്യും. ബച്ചോമേ അസീം ശക്തി ഹെ. കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ശക്തിയാണുള്ളത്. വേ മിൽക്കർ വിദ്വേഷ് കെ ദൂർ കരേംഗെ ഓർ സബി സേ പ്യാർ ഭരാ വ്യവഹാർ കരേംഗെ. ഇനി കുട്ടികളിലുള്ളത് എന്താണ്? അതിരുകളില്ലാത്ത, അസീം എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ്, എന്താണ്? നമുക്ക് ലിമിറ്റുകൾ ഇല്ലാത്ത ശക്തിയാണ് കുട്ടികളിൽ ഉള്ളതെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കവി പറയുന്നത്. അതുമാത്രമല്ല, അവരൊരുമിച്ച് നിന്നുകൊണ്ട് ലോകത്തെ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കുകയും എല്ലാവരോടും സ്നേഹത്തോടെ, എന്താണ്? പ്യാർ ഭര വ്യവഹാർ, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ
കവി നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. ഇതാണ് നമ്മുടെ മേരി ദുനിയാ കി തമാം ബച്ചേ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അധികം വലുതല്ല, പക്ഷെ ഭയങ്കര കട്ട് ഷോട്ട് ചെയ്യാനും പറ്റില്ല, കാരണം വലിയ മെസ്സേജാണ്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നേരത്തെ പഠിച്ച ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനുകൾ കൂടെ ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പാർട്ട് ഏതാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. കവിയെക്കുറിച്ച് പറയുന്നതും അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സെന്റൻസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ബാക്കി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത് എന്താണ്, കവിതയുടെ കവിതയിലെ ആശയങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യനുകൾ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉൾപ്പെടുത്തി എഴുതാം. പക്ഷെ എന്നാലും ഈ രീതിയിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. ചില പോയിന്റുകളൊക്കെ റെപ്പിറ്റേഷൻ ആണ്, അത് എഴുതുന്ന രീതിയിൽ മാത്രം ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. അതായത് ഒരേ അർത്ഥം വരുന്ന സെന്റൻസ് ആണ്, പക്ഷെ വേറെ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാണ്. ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത് ശ്രീ അദ്നാൻ കാഫിൽ ദർവേഷ് കി കവിത ഹെ. മറക്കരുത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. കവിതയുടെ പേര് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സിംഗിൾ ഇൻവേർട്ടഡ് കോമാസിന്റെ അകത്ത് എഴുതണം. അതൊരു കവിതയുടെ പേരിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ്. അതെന്തായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇസ്മേ കവി സ്ഥാപിത് കർണ ചാഹത്ത ഹെ. കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വിശ്വശാന്തി സ്ഥാപിത് കർണേ ബച്ചോം കി ബഡി ഭൂമിക ഹെ. അതായത് കുട്ടികൾക്ക് വലിയ പങ്കാണുള്ളത്. എന്തിലാണ്? വേൾഡ് പീസ്, ലോകത്തെ സമാധാനം, വിശ്വശാന്തി നിലനിർത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. ഇനി കവി പറയാണ് എന്താണ്, ദുനിയാക്കെ സാരെ ബച്ചേ. വേണമെങ്കിൽ ഈ പോയിന്റുകളെ നമുക്കൊന്ന് കട്ട് ഷോട്ട് ചെയ്യാം. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രത്യേകം നോക്കാം. ദുനിയാക്കെ സാരെ ബച്ചേ മിൽക്കർ ഖേലേംഗെ. वे प्रकृति तथा जीव जंतु से प्यार करेंगे. ടാങ്ക് ബന്ദൂക്ക് ആദി വിനാശ് കി സാധനവും കാ ഭി നാശ് കരേംഗെ. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിക്കും, പ്രകൃതിയെ സ്നേഹിക്കും, നാശം സംഭവിപ്പിക്കാനുള്ള സാമഗ്രികളായിട്ടുള്ള ടാങ്കുകളെയും തോക്കുകളെയും അവരെന്ത് ചെയ്യും, നശിപ്പിച്ചു കളയും. ഇനി നമുക്ക് ബാക്കി പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്കതിന് ഇങ്ങനെയൊക്കെ നോക്കാം. ഇനി കുറച്ച് കാര്യം നമുക്ക് ഈ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. एक दिन बच्चे अपने घरों से बाहर निकालकर प्रकृति के साथ बड़ा होना चाहेंगे. കുട്ടികൾ അവരുടെ വീടുകൾ വിട്ടിറങ്ങി പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കാൻ അവർ ആഗ്രഹിക്കും. और खुशी से जिएंगे. അവര് സന്തോഷത്തോടു കൂടെ എന്ത് ചെയ്യും, ജീവിക്കും. वे प्रकृति की और सुंदर बनाएंगे. അവർ പ്രകൃതി എന്ത് ചെയ്യും, ഒന്നുകൂടെ ഭംഗിയുള്ളതാക്കി മാറ്റും. ഇനി वे प्रकृति तथा समस्त जीव जंतुओं के साथ मिलकर विनाश की सारी चीजों को ഖിലൗന बना देंगे. അങ്ങനെ എന്താ പറയുന്നത്, അവര് പ്രകൃതിയെ കൂടുതൽ സുന്ദരമാക്കും. അതുപോലെ തന്നെ പ്രകൃതിയോടുകൂടെ മറ്റുള്ള ജീവജന്തുക്കളോടെയും ചേർന്ന് നിന്നുകൊണ്ട് അവര് വിനാശം സംഭവിപ്പിക്കാനിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും അവർ വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. അതായത് കുട്ടികൾക്ക് കളിക്കുന്ന പോലത്തെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. അതായത് അതിനെയെല്ലാം ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യങ്ങളാക്കി മാറ്റും എന്നാണ് എന്ത് ചെയ്യുന്നത്, കവി ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികൾ ഇങ്ങനെയുള്ള നാശം വിതയ്ക്കാനുള്ള സാമഗ്രികളെ കുട്ടികൾ എന്ത് ചെയ്യും, നശിപ്പിച്ചു കളയും. അതിനെ കളിപ്പാട്ടങ്ങളാക്കി എന്ത് ചെയ്യും, കുട്ടികള് മാറ്റുന്നു. ഇനി ലാസ്റ്റത്തെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് സെന്റൻസിൽ ബച്ചോമേ അസീം ശക്തി ഹെ. കുട്ടികളിൽ അതിരുകളില്ലാത്ത, ലിമിറ്റില്ലാത്ത പവറാണ് കുട്ടികളിൽ ഉള്ളത്. വേ മിൽക്കർ വിദ്വേഷിക്കെ ദൂർ കരേങ്കെ. അവരൊരുമിച്ച് നിന്നുകൊണ്ട് വെറുപ്പിനെ ഇല്ലാതാക്കുകയും അതുകൂടാതെ അവരെന്തുകൂടെ ചെയ്യും, അവരെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യും. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നോക്കാം. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അതായത് ഇത് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇത്രയും പോയിന്റുകളെങ്കിലും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കുക.
ഇത്രയും പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് എടുത്തെഴുതാനും നമുക്ക് പറ്റും. അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ പറഞ്ഞു 4 ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 4ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ആസ്വാദന കുറിപ്പാണ്. ഓൾറെഡി നമ്മൾ ഇതിനെ ഷോർട്ടാക്കിയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ കൂടി അതിന് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ നമ്മൾ കട്ട് ഷോട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തന്നു. കവിതയുടെ പേര് നമ്മൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമാസിൽ എപ്പോഴും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കവിതയുടെ പേര് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ആശയം എഴുതുക. കൺക്ലൂഷനും അടുത്ത പാരഗ്രാഫിലാക്കി, അങ്ങനെ 3 ഡിഫറെന്റ് പാരഗ്രാഫുകളിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആസ്വാദനക്കുറിപ്പ്, ആസ്വാദന ടിപ്പണി അഥവാ ആശയമൊക്കെ ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കവിതയിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്ന 3 റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബച്ചേ, വോ, തും. ബച്ചേ എന്ന് പറയുന്നത് എന്താണ്? വിശ്വശാന്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും. വോ എന്ന് പറയുന്നതാണ് ലോകത്തിലെ എല്ലാ കുട്ടികളെയും. ഇനി തും എന്ന് പറയുന്നത് എന്താണ്? വിനാശ് കർണേവാലെ, ലോകത്ത് മറ്റുള്ളവരെ വെറുക്കുകയും ലോകത്ത് നാശം സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അതിനുവേണ്ടി സാധനങ്ങൾ ഉണ്ടാക്കുന്നവരെയുമാണ് തും എന്നുള്ള വിളിപ്പേര് കൊണ്ട് എന്ത് ചെയ്യുന്നത്, കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഇതോടെ നമ്മൾ 4ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. 5 ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞത്. 5 ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് കവിതയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക, നമുക്ക് ഉണ്ടാവുന്ന ചോദ്യം എന്താ, 4 മാർക്കിന്റെ ആസ്വാദന ടിപ്പണിയും 1-2 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യനുമാണ് നമുക്ക് ചോദിക്കുക. അപ്പൊ 4 ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. 4 മാർക്കിനായിട്ട് ചോദിക്കുന്ന ഒരു ആസ്വാദന കുറിപ്പ് ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് ടിപ്പുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിൽ വരുന്നത്, നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്.